ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിനെ പറ്റിയാണ്. ന്യൂ ബോൺ ബേബീസിനെ പറ്റി പറയണേക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു ന്യൂ ബോൺ മോംസിനെ പറ്റി പറയുന്നതായിരിക്കും. കാരണം ബേബീസ് ഒന്നും ഇല്ലല്ലോ. അവരങ്ങ് കിടന്ന് ഉറങ്ങുക, കരയുക, പാൽ കുടിക്കുക, പിന്നെ ഉറങ്ങുക, കരയുക, പാൽ കുടിക്കുക. പക്ഷേ ഈ അമ്മമാർ ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞ് കൂടുതൽ നേരം ഉറങ്ങിയാലോ അത് ഭയം. ഇനി കുറച്ച് നേരം പാൽ കൂടുതൽ കുടിച്ചാലോ അല്ലെങ്കിൽ പാൽ കുടിച്ചില്ലെങ്കിലോ അതും പേടി. ഇനി കുഞ്ഞ് എന്താ കരയുന്നത്, വിശന്നിട്ടാണോ വേദനയുണ്ടോ ഒന്നും അറിയില്ല, അതും അമ്മമാർക്ക് പേടിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഇത് ഡിസ്കസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഒരു ന്യൂ മം ആയിക്കഴിയുമ്പോൾ നമുക്ക് സാവധാനം എല്ലാം മനസ്സിലായിക്കോളും. എന്നാലും കുറച്ച് അറിവുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു പോയിൻ്റായിട്ട് ഞാൻ പോയിൻ്റ് വൈസായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ന്യൂ ബോൺ ബേബീസിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് പാൽ കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത മെത്തേഡാണ് കേട്ടോ ഇത്. ഞാൻ സിറിഞ്ചിലാണ് ഫസ്റ്റ് ഒരു 6 വീക്സ് വരെ കൊടുത്തിരുന്നത്. പിന്നെ അല്ലാതെ വേറൊരു ഉപകരണം എന്ന് പറഞ്ഞാൽ ഒരു ഗോകർണം എന്ന് പറഞ്ഞ സാധനം കിട്ടും. അത് മേടിച്ചാണെങ്കിലും ബേബീസിന് കൊടുക്കാം കേട്ടോ. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെയാണ്. നമ്മുടെ കടകളിൽ കിട്ടുക, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബർപ്പ് ചെയ്തിരിക്കണം. ബർപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഞാൻ ബർപ്പ് ചെയ്ത രീതി തോളത്തിട്ട് തട്ടുകയാണ് ഞാൻ ചെയ്തിരുന്നത്. എന്നിട്ട് ഞാൻ തലോണിയിൽ കമത്തി കിടത്തുമായിരുന്നു. പക്ഷേ ചില ഡോക്ടേഴ്സ് പറയുന്നത് തലോണിയിൽ കമിഴ്ത്തി കിടത്തണ്ടെന്നാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തലോണിയിൽ കമിഴ്ത്തി കിടത്തിയാൽ പിന്നെ തികട്ടും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ, ബേബീസ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ കരയാറുണ്ട് കേട്ടോ. അത് നോർമലാണ്. അതൊരു ചെറിയൊരു ഫണ്ണി ഒരു ഫാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ബേബീസ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പോയെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ബേബീസ് കരയുന്നത്. ഇതെനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നി. പക്ഷേ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബേബീസ് ക്രൈ ചെയ്യാറുണ്ട്. അത് നോർമലാണ്, വേറെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബേബീസിൻ്റെ ഒരു ഡിഫിക്കൽട്ട് വീക്ക് എന്ന് പറയുന്നത് ഒരു 6 to 8 വീക്സാണ്. ആ വീക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് ബേബീസിനെ അവരെ നമുക്ക് നോക്കാനൊക്കെ പറ്റും. പക്ഷേ ആ ഒരു 8 വീക്സ് വരെ നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഉറക്കമൊഴിച്ച് തന്നെ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ വേറെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ബേബീസിനുണ്ടാകും, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേബീസിന് നല്ല സുഖമായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഈ 8 വീക്സാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ടൈം. പിന്നെ ബേബീസ് കൂടുതലായിട്ട് കരയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ സ്കിൻ ടു സ്കിൻ പിടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കവിളിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാറിലോട്ടോ ചേർത്ത് പിടിച്ചാൽ കുറേയൊക്കെ അവരുടെ കരച്ചിലിനൊരു ആശ്വാസം കിട്ടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ 8 തൊട്ട് 12 മണിക്കൂർ വരെ ഇടവിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. അതായത് 8 തൊട്ട് 12 തവണ വരെ നമുക്ക് ഫീഡ് ചെയ്യാം. അത് 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇടവിട്ട് ഫീഡ് ചെയ്യുക. അത് നമ്മൾ കുഞ്ഞിനെ എപ്പോഴും ഉണർത്തി തന്നെ ഫീഡ് ചെയ്യണം. അവരായിട്ട് തന്നെ ഉണരില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് അവരെ ഉണർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഫീഡിങ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കിടന്ന് ഫീഡ് ചെയ്യരുത്. അത് നമുക്ക് കിടന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇരുന്ന് തന്നെ ഫീഡിങ് പൊസിഷൻസൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോരുക. പിന്നെ വീട്ടിൽ വന്നിട്ട് ആരുടെ ഹെൽപ്പ് വേണ്ട, സ്വന്തമായിട്ട് തന്നെ പഠിച്ച് അത് കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. ആരുടെയും ഹെൽപ്പ് തേടരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഹെൽപ്പ് തേടുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫീഡിങ്ങിൻ്റെ സ്ട്രെസ്സും കുഞ്ഞ് കരയുന്ന സ്ട്രെസ്സും എല്ലാം കൂടി ആയതും പിന്നെ ഇവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴുള്ള സ്ട്രെസ്സും കൂടി ആകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. അതൊക്കെയാണ് പിന്നെ കൂടുതലും ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ബേബീസിൻ്റെ കാര്യം.
ബർപ്പിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ബർപ്പിങ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ കുറേ അധികം റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഗ്യാസ് തികട്ടി വന്നിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് പല അപകടങ്ങളും കൂടുതലും സംഭവിക്കാറുള്ളത്. ഉറക്കത്തിൽ കിടന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നമ്മുടെ ഉറക്കം അങ്ങ് കളയുക ഗൈസ്. ഉറക്കം കളഞ്ഞെന്ന് പറഞ്ഞ് നമുക്കൊന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധ വേണം. സംഗതി ഇവർ ആറാഴ്ചയായി ജനിച്ചിട്ടുള്ളെങ്കിൽ ഇവർ നല്ല വിരുദ്ധന്മാരായിരിക്കും. എല്ലാ അടവുകളും ഇവരും പ്രയോഗിക്കും കരഞ്ഞ് നമ്മളെ വശത്താക്കാൻ. അപ്പോൾ നമ്മളതിൽ വീഴരുത് ഗൈസ്. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക കുഞ്ഞിനെ നമ്മൾ ആദ്യം സ്കിൻ ടു സ്കിൻ, നിങ്ങളൊന്ന് കാമായിട്ട് ഒന്ന് സ്കിൻ ടു സ്കിൻ കുഞ്ഞിനെ എടുത്തിട്ട് ഒന്ന് ബ്രീത്തൊക്കെ ചെയ്ത്, നിങ്ങളും ഒന്ന് ബ്രീത്തൊക്കെ ചെയ്ത് കുഞ്ഞിനെ ഒന്ന് ചെറിയൊരു താരാട്ട് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കുഞ്ഞിന് ലവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അത് വെച്ചൊന്ന് പറഞ്ഞു നോക്കുക. എന്തായാലും കരച്ചിലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ന്യൂ ബോണായ സ്ഥിതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞ് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ശബ്ദമോ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞെട്ടുന്നത് നോർമലാണ്. പിന്നെ തുമ്മുന്നത് നോർമലാണ്. ഈ കുറേ കാര്യങ്ങളൊക്കെ നോർമലാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ജനിച്ച 6 or 7 ദിവസത്തിനുള്ളിൽ തന്നെ പൊക്കിൾ കൊടി പോകും. അതുവരെ നിങ്ങൾ പൊക്കിൾ കൊടി പോകുന്നത് വരെ കുഞ്ഞിന് തുടച്ചെടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം മാത്രം ഓയിലൊക്കെ യൂസ് ചെയ്ത് കുളിപ്പിക്കുക. അപ്പോൾ ഈ ഓയിലെന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിലാണ് നല്ലത്. അല്ലെങ്കിൽ വെർജിൻ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇത്ര ഓയിൽസ് യൂസ് ചെയ്താൽ മതി. വേറെ ഓയിൽസിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. വേറെ ഓയിൽസൊക്കെ നമുക്ക് കുഞ്ഞു വേണമെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ന്യൂ ബോൺ സ്റ്റേജിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കുഞ്ഞിനെ ഒന്ന് കംഫോർട്ടാക്കി വെക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുഞ്ഞു ഉറക്കത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യും. അത് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് മാലാഖമാർ വന്ന് കളിപ്പിക്കുന്നതാണെന്നാണ്. പക്ഷേ അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. പക്ഷേ അതും നിങ്ങൾ പേടിക്കേണ്ട. ഉറക്കത്തിൽ വിതുമ്പി കരയാൻ ചാൻസ് ഉണ്ട്. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഈ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് കരയുമ്പോൾ ഇതെന്തായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊരു ഫണ്ണി ഫാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ദേഹത്തു നിന്ന് എന്തോ പോകുന്ന പോലെ തോന്നിയിട്ട് മാത്രമാണ് അവർ കരയുന്നത്. തുമ്മുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഞാനൊരു ചെറിയ ഇൻഫർമേഷനാണ് ഇവിടെ ഷെയർ ചെയ്തത്, എനിക്കറിയാവുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.